ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, തമിഴ്നാട്ടിൽ കണ്ട പോലെ നമ്മുടെ ഫസ്ന ഇന്ന് വീട് വിട്ട് ഇറങ്ങുകയാണ്. എങ്ങോട്ടാണ് ഫസ്ന? അത് ഫസ്ന തന്നെ പറയും. ഗൈസ്, എന്റെ കോൺവൊക്കേഷൻ കഴിഞ്ഞിട്ട് 2 മാസമായി. എത്ര നാള് റെസ്റ്റ് എടുക്കുമായിരുന്നു എന്ന് വെച്ചാൽ 5 കൊല്ലത്തെ ആർക്കിടെക്ചർ ഒക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാനിപ്പോ ഡെയിലി ഇവരൊക്കെ ജോലിക്ക് പോകും, ഞാൻ കിടന്നു ഉറങ്ങുന്നു. ഇപ്പൊ 2 മാസമൊക്കെ ആയപ്പോ എനിക്ക് ഉറങ്ങി ബോറടിച്ചു. ഗൈസ്, ഫൈനലി ഞാനൊരു ഡിസിഷൻ എടുത്തു. പണിക്ക് പോവാനല്ല, ഒന്നുകൂടി പഠിക്കാൻ പോവാൻ. അതായത് ഞാൻ BArch കഴിഞ്ഞിട്ട് ഒരു കോഴ്സിന് ചേർന്നു, ഒരു സോഫ്റ്റ്വെയർ കോഴ്സിന് ചേർന്നു. ആർക്കിടെക്ചറൽ BIM എന്ന് പറഞ്ഞൊരു കോഴ്സിന് ചേർന്നു. അപ്പൊ ഗൈസ്, ഇന്ന് എന്റെ ഫസ്റ്റ് ഡേ ആണ്. ക്ലാസ് 10 മണിക്കാണ്. സമയം ഇപ്പൊ 9:30 കഴിഞ്ഞ് അവിടെ പുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വേറൊരു കാര്യമുണ്ട്, ഞങ്ങളിപ്പോ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഞാനും ഫസ്നെ. സോ ഫസ്റ്റിന് രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ഡയറ്റ് ഫുഡ് ആയിട്ടുള്ള പുട്ട്, ഒരു സ്പെഷ്യൽ പുട്ടാണെന്ന് തോന്നുന്നത്. എന്തോ പുട്ടാണ് ഇത്? ഓട്സ് പുട്ട്. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ടാട്ടെ ഇങ്ങനെ, ഞാൻ വീട്ടിലായിരുന്നപ്പോ ഡയറ്റ് എടുക്കുന്ന ടൈമില് ഓട്സ് പാലില് മിക്സ് ചെയ്താ കഴിച്ചോണ്ടിരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഞാൻ കേൾക്കുന്നത്. ഓട്സ് പുട്ട്, ഓട്സ് വെച്ച് പുട്ടുണ്ടാക്കും. പക്ഷെ ഏകദേശം ഒരു ഗോതമ്പ് പുട്ടിന്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ്, വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ല. വേറൊന്നുമല്ല ഗൈസ്, നമ്മുടെ കൂട്ടുകാരന്മാരുടെ കല്യാണമൊക്കെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ. അപ്പൊ തിന്ന് രാവിലെ തിന്നില്ല, ഉച്ചയ്ക്ക് തിന്നെ, രാത്രി തിന്നെ, അങ്ങനെ തിന്ന് എന്റെ കവള കണ്ടതാ ഇത്രയായി. ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫുൾ ട്രിം ചെയ്തപ്പോഴേ എന്റെ കവളൊക്കെ എന്റെ ഉമ്മച്ചിയുടെ വാപ്പാടെ കണക്കായി. എന്റെ എല്ലാരും കളിയാക്കുവാണ് ഗൈസ്. സോ ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ആശുപത്രി പോയപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ എത്ര മാസം ചോദിച്ചായിരുന്നു, വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് എന്റെ മനസ്സിൽ എനിക്ക് 72 ആയിരുന്നു. കല്യാണത്തിന് മുന്നേ ഞാൻ 72 ആയിരുന്നു. വെയിറ്റ് അങ്ങ് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് 70s ആണ്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ പടച്ചൊരു 3 കിലോ കൂടി 80-ലെത്തും. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ എക്സസൈസും സ്റ്റാർട്ട് ചെയ്തു, ഡയറ്റും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, അസ്നയും ഞങ്ങളുടെ കൂടെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തു, ഡയറ്റും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനി ഒരു 10 days ട്രാൻസ്ഫോർമേഷൻ ചലഞ്ചിലാണ് ഞങ്ങളിപ്പം. എന്തായാലും നടക്കുമായിരിക്കും, നടക്കണമെന്ന ഒരു ശുഭപ്രതീക്ഷയിൽ ചെയ്തു കേട്ടോ. വെയിറ്റ് നോക്കുന്ന ഒരു സാധനം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെന്തിനാ? അത് നമുക്ക് ട്രാൻസ്ഫോർമേഷൻ അറിയാൻ, എത്ര കിലോ ഒരു ദിവസം കുറയുന്നുണ്ടെങ്കിലല്ലേ ഒരു ഉഷാറുണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ പുട്ട് ഇനി വേവുമ്പോ കാണാം. വേറൊരു വിഷമവാർത്തയുണ്ട്, ഞാനും അസ്നയും അപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. ഞാൻ പിന്നെ ഈ വീഡിയോ ക്രിയേഷൻ ആയതുകൊണ്ട് അങ്ങനെ പുറത്തൊന്നും പോകാറില്ലല്ലോ. അപ്പൊ ഇവര് അസ്ന ഇപ്പൊ ഇവിടെ ഉണ്ട്, ഫസ്ന ഇപ്പൊ പോവും. ഇതാ വരുന്നു എന്റെ മോൾ എഴുന്നേറ്റ്. അപ്പൊ അസ്ന ഇവിടെ ഉണ്ട്, ഫസ്ന പോവും, വാപ്പിച്ച് ജോലിക്ക് പോവും, ഉമ്മി ജോലിക്ക് പോവും. ഉമ്മി ടീച്ചറാണല്ലോ, ഉമ്മി ജോലിക്ക് പോവും. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ്. അതെ, പക്ഷെ നമ്മൾ വീട്ടിലിരുന്ന് നമ്മൾ നമ്മുടെ സ്മാർട്ടായിട്ട് ചിന്തിച്ച് നമ്മൾ ക്യാഷ് ഉണ്ടാക്കണം. പക്ഷെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന നമ്മൾ സ്മാർട്ടായിട്ട് നമ്മൾ ക്യാഷ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. പക്ഷെ എന്താണ് ചെയ്യുന്ന? എന്താ മിക്സിയിലിട്ട് അടിക്കുന്ന? നീ അപ്പൊ സീരിയസ് ആയിട്ട് ഉണ്ടാക്കി തരത്തില്ലായിരുന്നോ? എന്തിനാണ് ഇത് മിക്സി? ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ചില്ല, രാത്രി നമ്മൾ വിശന്നാണ് ഇവര് കഴിച്ചോണ്ടിരുന്നപ്പോ നമ്മളെ നോയിക്കൊണ്ടിരുന്നു. അതെ, അതും നല്ല അടിപൊളി ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നൂഡിൽസ് ഒക്കെ അവര് വേണ്ട. നമ്മള് രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ആ ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പാടില്ല ഫസ്ന. എന്നാലും ഞങ്ങളുടെ മുമ്പിൽ ഇരുന്ന ഇവര് നല്ല അടിപൊളി നൂഡിൽസും ചിക്കൻ ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചത്. ഞങ്ങളപ്പ നോ പറഞ്ഞു. ഞങ്ങളുടെ എത്ര വട്ടം നിർബന്ധിച്ചെന്നറിയോ ഇവള്? ഞാൻ ഭയങ്കരമായിട്ട് നോ പറഞ്ഞു. ബിഗ് നോ. എടീ, ഒരു ഡൗട്ട്, ഈ പുട്ടെന്തിനാ മിക്സിയിലിട്ട് അടിക്കുന്ന? എനിക്ക് പുട്ട് വേണ്ട, എനിക്ക് ദോശ മതി. ദോശ ഇരിപ്പുണ്ട്. പുട്ട് ഞങ്ങൾക്ക് അമ്മളെ പുട്ട് ഇവര് അതിലും വലിയ ഡയറ്റ് ആട്ടോ. ഞാൻ ദോശ അരിയുടെ ഒരു സാധനവും തിന്നത്തില്ല. ദോശ അരിയാണോ? അപ്പൊ അല്ലേ അരി? ദോശയില് അരിയുണ്ട് മോളെ, പച്ചരി എന്ന് പറയും. പച്ചരി എന്നാ മെലിയൂന്നാ, പച്ചക്ക് എന്നാ മെലിയൂന്നാ. എടാ, പുട്ട് കണ കാണുന്നില്ല നമുക്കേ. പുട്ട് കാണാ, പുട്ട് കണയെന്ന് പറഞ്ഞത് പുട്ട് കൊടത്തനാണോ പുട്ട് കണയെന്ന് പറഞ്ഞത്? ബ്ലഡി കൊച്ചി സ്ലാങ്സ്. അല്ലാതെ എന്താ ഉള്ളത്? ദോശയും കടലയും. ഇതിനകത്തെന്താ? ആണോ? ഓക്കെ. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ പല്ല് കഴിക്കാൻ പോകും. അത് കഴിഞ്ഞിട്ട് ഉറങ്ങുന്നു.
പാത്രമൊക്കെ കഴുകി വെച്ചേക്കണേ. ആ പിന്നെ ഞങ്ങള് വീഡിയോ ക്രിയേഷനാ, കോണ്ടന്റ് ക്രിയേറ്ററിന്റെ അടുത്താണ് നമ്മള് പാത്രം കഴുകുന്നത്. ഞാനേ പോയി റെഡി ആയിട്ട് വരാം ഗൈസ്. ഒരു സ്റ്റുഡന്റ് ആയിട്ട് വരാം. എന്റെ ID കാർഡ് കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് വീക്ക് ID കാർഡ് കിട്ടും. ഞാൻ എല്ലാം ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ റെഡി ആയിട്ട് വരാം ഗൈസ്. ഓക്കെ, ID കാർഡ് ഒഴിച്ച് ഇപ്പൊ ബാഗ് മാത്രം ഇട്ടുകൊണ്ട് അവള് സ്കൂൾ കുട്ടിയായിട്ട് ഇപ്പൊ വരും ഗൈസ്. അപ്പൊ നമുക്ക് ഇനി അവളെ കാണാം. എന്തോന്ന് പേസ്റ്റാ? രാവിലെ എഴുന്നേറ്റ് അവിടെ ചെയ്യേണ്ടതാണ് പല്ല് തേപ്പ്. ഞാൻ അത് ചെയ്തിട്ട് നിൽക്കുന്ന കണ്ടില്ലേ? എടുത്ത് തേച്ച്. ഇല്ല ഇല്ല ഇല്ല, ഞാനും തേക്കും. കണ്ടോ, നീ എന്ത് കരുതി ഇവളെന്നെ സപ്പോർട്ട് ചെയ്യത്തില്ലെന്നോ? ഇവനെ എണീക്കുമ്പോ തന്നെ തേക്കോട്ടെ. ബാത്റൂമിൽ പല്ലേക്കുന്നത് ഇവൻ ഇപ്പോഴൊന്നും തേക്കത്തില്ലായിരുന്നു. ഇവിടെ വർഷങ്ങളായിട്ട് ഇല്ല മാസങ്ങളായിട്ട് ഇരിക്കുന്നൊരു സാധനമാണ് ഇത്. ബോഷിന്റെ വാഷിംഗ് മെഷീൻ. 7 കിലോയുടെ സാധനം ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ 6 കിലോ അല്ലേടി? 8.5 കിലോ ആയിരുന്നു നമ്മുടെ ഉള്ള. അപ്പൊ ബോഷിന്റെ നമുക്കിവിടെ ഓൾറെഡി ഉള്ള എത്ര ആയിരുന്നു? 7.5 കിലോ അല്ലേ? 8.5 കിലോയുടെ വാഷിംഗ് മെഷീൻ ആയിരുന്നു ഇവിടെ ഉള്ളത്. നമ്മൾ വാങ്ങിയത് 8 കിലോയുടെ ഓട്ടോമാറ്റിക്. ഇവിടെ ഉള്ളത് സെമി ഓട്ടോമാറ്റിക് 8.5. നമ്മൾ മേടിച്ചത് ഓട്ടോമാറ്റിക് 8 കിലോ. സോ നമുക്ക് 10 kg വേണമെന്ന് നമ്മൾ തിരിച്ച് അവരുടെ അടുത്ത് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം ഇപ്പൊ 1 മാസമായി. ഇതുവരെ അവർ ഇതുവരെ കൊണ്ടുവന്നില്ല. ഓക്സിജൻ ഓട്സ് പുട്ട് കഴിക്കാം. റെഡിയായോ? യെസ്. ഓക്കെ, കം. സ്കൂളിൽ പോകാൻ റെഡിയായി. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓട്സ് പുട്ടും. ഇത് കടലക്കറിയുടെ കൂടെ ഓട്സ് പുട്ട് കഴിക്കുന്നോ അതോ ഓട്സ് പുട്ടിന്റെ കൂടെ കടലക്കറി കഴിക്കുന്നോ? സ്കൂൾ കുട്ടി വന്ന് യൂണിഫോം ആണോടി? പെട്ടെന്ന് കഴിക്കി കൊണ്ടാക്കാം. ID കാർഡൊക്കെ നാളെ കിട്ടും അല്ലേ? തിങ്കളാഴ്ച കിട്ടും. സ്കൂൾ ബാഗ് എന്തേ? ഇതാണോ സ്കൂൾ ബാഗ്? അപ്പൊ അല്ല അതാ അതെന്താ? അത് പുതിയ ബാഗാ. പിന്നെ നീ അഡ്മിഷൻ എടുക്കാൻ പോയപ്പോ ആ ബാഗാണല്ലോ കൊണ്ടുപോയേ. ആ ബാഗ് ആ സ്ഥലത്തിന് ചേരൂലോ ഗൈസ്. അപ്പൊ ഞാനും ഫുഡ് കഴിക്കാൻ പോവാണ്. ഞാനും ഓട്സ് പുട്ടും കടലക്കറിയാണ് ഗൈസ് കഴിക്കാൻ പോകുന്നത്. എവിടെ ഓട്സ് പുട്ട്? ഓ, ഇത് ദോശയാണല്ലേ. ഓട്സ് പുട്ട് എന്തിയേ? ഓട്സ് പുട്ട് എന്തിയടെ? ഓ, ഇതാണ്. ചായ എന്തി കൊണ്ടുപോടി? ചായ ഇപ്പൊ ചൂടാക്കൂടെ? ചായ കുടിക്കണ്ട. എന്താ? ഡയറ്റ് ഇല്ലേ? മധുരം ഇട്ട് കുടിക്കണ്ട. മധുരം ഇട്ടിട്ടില്ല. ഇല്ലേ? ചൂടാക്കി തരുമോ? ഗൈസ്, ഇതാണ് ഓട്സ് പുട്ട്. നല്ല മയമുള്ള ഓട്സ് പുട്ട്. മയമുള്ളത് ഇവിടെ ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഇത് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് കുറേ നേരം ചൂടുവെള്ളത്തിലിട്ട് പുരട്ടുമ്പോഴാണ് ഈ മയം വരുന്നത്. എന്തായാലും എൻ്റെ വായിൽ വെള്ളം ഊർന്നു. സോ ഞാനിത് കഴിച്ചിട്ട് കാണാം. ഓക്കെ. പാവം ഗൈസ്, സമയമില്ലാത്ത സമയത്ത് അവൾ എനിക്ക് ചായ ചൂടാക്കി തന്നു. ആദ്യം അവളെന്നെ കണ്ണു തുറച്ച് പേടിപ്പിച്ചെങ്കിലും പാവം അവൾ എനിക്കത് ചൂടാക്കി തന്നു. ഗുഡ് ഗേൾ ഫസ്ന. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് മോളെ ഫസ്റ്റ് ഡേ കൊണ്ടാക്കാൻ പോവാണ്. നീണ്ട 1.5-2 മാസമായി ഇപ്പം കല്യാണം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ മെയ് 26-നാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞത്. അതുകൊണ്ട് ഇപ്പൊ മെയ് ജൂലൈ 26 ആവാൻ പോവുകയാണ്. എനിക്കൊന്ന് ഇന്ന് 26 ആണല്ലേ? ഇന്ന് 26. അപ്പൊ 2 മാസം തികയുകയാണ് ഗൈസ്. ഈ മാസം തികയുമ്പോൾ ഞങ്ങൾ 2 മാസത്തിൽ ഇതുവരെ പിരിഞ്ഞിരുന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് പിരിയാൻ പോകുന്നത്. ഫസ്റ്റ് മോളെ ഞാൻ ഇവരുടെ അടുത്ത് പറയുമായിരുന്നു, നമ്മൾ ആദ്യമായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നതെന്ന്. 2 മാസത്തില് കല്യാണം കഴിഞ്ഞ് 2 മാസമായി. 2 മാസമായി. നീ എന്താ കണ്ടില്ലേ? കല്യാണം കഴിഞ്ഞ് 2 മാസത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ പിരിയാൻ പോകുന്നത്. ഞാൻ ഇവരുടെ അടുത്ത് പറയുമായിരുന്നു അല്ലേ? അതാ ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാ. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം ഞങ്ങൾ അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല. കാരണം എപ്പോഴും ഒരുമിച്ചുണ്ടാവും വീഡിയോ എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും. അപ്പൊ ആദ്യമായിട്ട് വിഷമുണ്ടാണ് അവർക്ക്. വിഷമം ഇപ്പൊ ഇല്ല, ഇനി ഇവൾ പോയി കഴിയുമ്പം ഒരു വിഷമം വരും. കാരണം നമ്മളവിടെ എപ്പോഴും ഉണ്ടായിരുന്നല്ലോ. അപ്പൊ എപ്പോഴും ഉള്ള നിമിഷം നമ്മൾ ആലോചിക്കും, ഇടയ്ക്കൊക്കെ ഒന്ന് ഒറ്റയ്ക്ക് പോയി ഇരിക്കണം, ഒരു ഒറ്റയ്ക്ക് വൈബ് ചെയ്യണം, പണ്ടത്തെ പോലെ ഒന്ന് ഒറ്റയ്ക്കൊക്കെ അവിടെ ഇവിടെ കറങ്ങാൻ പോകണമെന്ന് ആലോചിക്കും. പക്ഷെ ഇവള് പോകുമ്പോ നമുക്കില്ല എപ്പോഴും ഉണ്ടായിരുന്ന ഒരു സാധനം നമ്മളെ വിട്ടു പോകുമ്പോ നമുക്കൊരു മിസ്സിങ് അടിയത്തില്ല. അതടി
ഓക്കേ ബൈ. അപ്പൊ എന്റെ സ്ഥലം എത്തിയിട്ടുണ്ട്, ഇറങ്ങാറായി, ഞാൻ പോവാ ഗൈസ്. I'm gonna miss you. ടാറ്റാ. പഠിച്ചിട്ട് വരാം. Love you. അസ്സലാമലൈക്കും. വലൈക്കും സലാം. അമ്മ. കാണേണ്ട കാടുകൾ കരകൾ നിലയ്ക്കാതെ പോകേണ്ട ദൂരൊരാളും കാത്തു നിൽക്കാതെ ഗൈസ് അവള് പോയി. അങ്ങനെ അവൾ എന്നെ 2 മാസത്തിലെ ഒരുമിച്ചിട്ടുള്ള ജീവിതം കഴിഞ്ഞിട്ട് അവൾ പോയി ഗൈസ്.